ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അനവധി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. അതിൽ എടുത്തു പറയേണ്ട ആളാണ് മുകേഷ്. ഒന്നല്ല 3 ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉള്ളത്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. രാഷ്ട്രീയ നിറം കൂടെ വന്നതോടുകൂടിയാണ് മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഇത്രയധികം മാനങ്ങൾ കൂടി കൈക്കൊണ്ടത്. മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായത്തിൽ ജനകീയ അഭിപ്രായം തേടുകയാണ് 140 ന്യൂസ്. പുള്ളിയുടെ ഫാദർ ഒരു കലാകാരനാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മുകേഷ് പെട്ടെന്ന് രാജിവെക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അധികാരത്തിലൊക്കെ ഉണ്ടല്ലോ ഇതില്, അതൊക്കെ രാജിവെക്കേണ്ടി വരും. എനിക്കറിയത്തില്ല എന്ത് ചെയ്യാമെന്ന്. പുള്ളി രാഷ്ട്രീയക്കാരനല്ല, അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് പല വിധത്തിൽ ബാധിക്കും. അങ്ങനെ വരുമ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ ഡിസിഷൻ എന്താണ്. പറയാൻ പറ്റില്ല. മുകേഷിന് രാജിവെക്കാനുള്ള സപ്പോർട്ടുണ്ട്. അവരുടെ സംഘടനയിലുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ട കാര്യം, അല്ലാതെ നമുക്കത് പുറത്തുനിന്നുള്ള അഭിപ്രായമാണ്. കാരണം പിന്നെ ഇവിടെ കോടതിയുണ്ട്, കോടതിയിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആൾക്കാരുമുണ്ട്. നമ്മളിതിലൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മാറി മറിയാനൊന്നും പോകുന്നില്ല. അവർ തീരുമാനിക്കുക, കാരണം കോടതി തീരുമാനിക്കും, കോടതി തീരുമാനം നോക്കി തീരുമാനിക്കട്ടെ. നമുക്ക് അഭിപ്രായം പറയാനുള്ള ഇതില്ലല്ലോ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജിവെക്കട്ടെ. എല്ലാം ഒന്ന് കലങ്ങി തെളിയണമല്ലോ, അപ്പോഴേ അറിയാം. അവരവിടെ നേരിട്ട് തരില്ലേ, രാജിവെക്കേണ്ടതല്ലേ അത്യാവശ്യം. മാറി നിൽക്കട്ടെ, മാറി നിന്നിട്ട് എടുക്കാമല്ലോ എന്താണെങ്കിലും. പിന്നെ അത്രേ ഉള്ളൂ. രാജിവെക്കണം. ആരോപണ വിധേയർ അവരെല്ലാം രാജിവെക്കണം. അതുകൊണ്ട് ഇന്ന് മോഹൻലാൽ രാജിവെച്ചല്ലോ. മോഹൻലാൽ രാജിവെച്ചു, ബാക്കിയുള്ള എല്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടല്ലോ. നല്ല കാര്യമല്ലേ. ഇപ്പോഴ് ഇനിയിപ്പം ഈ നമ്മുടെ എന്താണ് എല്ലാം ഏറ്റവും നല്ല ആൾക്കാരൊക്കെ വരട്ടെ ആ സംഘടനയിൽ അല്ലേ. എന്ന് ഇവർ മോശമൊന്നുമില്ല പറഞ്ഞത്, അവരിപ്പം മാറിയത് നല്ല ഏറ്റവും നല്ല കാര്യമാണ്. അവർ നല്ല കാര്യം, നല്ല തീരുമാനം. സിനിമയൊരു കലയാണ്. അത് നന്നായി ചെയ്യാൻ അറിയാവുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ഓരോ നടനും നടിയും മലയാളികളുടെ മനസ്സിൽ ഓരോ വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങളാണ് ഇപ്പോൾ വീണുടഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയൊരു കലയാണ്. ആ കലയെ നന്നായി ചെയ്യാൻ അറിയാവുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ഇനി എത്ര വിഗ്രഹങ്ങൾ വീണുടയാനുണ്ടെന്നാണ് ഇപ്പോൾ ചർച്ച. മലയാള സിനിമയിലെ പ്രമുഖരുടെ പട്ടിക പുറത്തു വരുമോ എന്നതാണ് ഇപ്പോൾ സംശയം. എത്ര വലിയ ഉന്നതരാണെങ്കിലും രാജിവെക്കണമെന്നാണ് 140 ന്യൂസിന്റെ അഭിപ്രായം.